ഇപ്പം നോക്കിയേ എന്ത് സമാധാനപരമായിട്ട് ഒഴുകുന്ന പുഴയാണ് നോക്കിയേ. അതുപോലെ തന്നെ ഇവിടുത്തെ തെങ്ങുകളൊക്കെ നിൽക്കണണ്ട ഒരനക്കമില്ലാണ്ട്. പക്ഷെ ബീച്ചിൽ പോകാൻ നിൽക്കണവരെ പോക്ക് മുടക്കിക്കൊണ്ടും ഐറ്റം ഇങ്ങോട്ട് എത്തിയട്ടാ. പക്ഷെ ബീച്ചിൽ പോയില്ലെങ്കിലും കടലവരിക്ക് ഇവിടെ കാണാൻ പറ്റിയട്ടാ. കാണിച്ചു തരാട്ടോ. അതെ അതിനിടക്ക് ഓലമടൽ ഇപ്പം എൻ്റെ തലയിൽ വീണാനെ പണ്ടാരടങ്ങാനായിട്ട്. ഞാൻ അതെ കുറച്ച് മാങ്ങ പറിക്കാൻ വേണ്ടി മുകളിൽ കയറിയതാണ്. നല്ല അടിപൊളി മാങ്ങയാട്ടാ. ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ പറിച്ചുതരാം. വീട്ടിൽ ഇഷ്ടം പോലെ മാങ്ങേട്ടാ. കണ്ട അന്തരീക്ഷം പെട്ടെന്ന് മാറിയതുണ്ടാ. എന്താ കാറ്റും മഴയും വരാൻ പോകുന്നുണ്ട്. അതെ ഞങ്ങളുടെ അവിടുത്തെ പുഴയിലെ അവസ്ഥ ഞാൻ കാണിച്ചു തരട്ടെ. അതെ കുറേ ഓലമടലും കുറേ തേങ്ങകളും ഒക്കെ വീണിട്ടുണ്ടായിരുന്നു അവിടെ. കുറച്ച് നേരം മുന്നേ സമാധാനപരമായിട്ട് ഒഴുകിക്കൊണ്ടിരുന്ന പുഴയുടെ അവസ്ഥ അതെ കണ്ടോട്ടെ നിങ്ങൾ. ബീച്ചിൽ പോകാൻ നിന്നവർക്ക് ബീച്ചിലോട്ട് പോകാണ്ട് തന്നെ അതേ സെയിം കാഴ്ച ഇവിടെ കാണാൻ പറ്റിയേട്ടാ. പുഴയും കായലൊക്കെ അടുത്തില്ലാത്തവർക്ക് എന്തായാലും ഈ ഒരു കാഴ്ചയൊക്കെ കൗതുകം തന്നെ ആയിരിക്കൂലേ. ഇപ്പൊ ശരിക്കും കടലിലെ തിരമാലകൾ പോലെ തന്നെ പുഴയിലെ വെള്ളം കാണിക്കുന്നതാണ്ടാ. അതെ അപ്പുറത്തെ വീട്ടിൽ എൻ്റെ കൂട്ടുകാരനൊക്കെ വഞ്ചിയൊക്കെ ഒഴുകിപ്പോയിട്ട് അതൊക്കെ പിടിച്ചു നിർത്തണ്ട. അപ്പൊ ഇതാണ് ഇന്ന് നമ്മുടെ ഇവിടുത്തെ പുഴയിലെ അവസ്ഥ. ഇന്നത്തെ കാറ്റും മഴയത്തും എന്തെങ്കിലുമൊക്കെ ഒരു മരങ്ങൾ വീണ് നമ്മളുടെ ഈ ചെറുവിപ്പിൽ കറണ്ട് ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ് കേട്ടോ. നമ്മളുടെ ഇവിടെ ചെറിയൊരു കാറ്റടിച്ചാൽ പോലും അപ്പം തന്നെ കറണ്ട് പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ എന്തായാലും എൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒരു കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇളംകാറ്റിൽ എവിടെയോ തേങ്ങാക്കുലുകൾ ആടുന്ന കാഴ്ചകളും നിങ്ങൾക്ക് ഈ കാറ്റത്ത് കാണാൻ പറ്റും. എന്തായാലും ബീച്ചിൽ പോകാൻ നിന്നവർക്ക് അവിടെ പോവാതെ തന്നെ കടലും തിരമാലയും കാണാൻ ഇവിടെ തന്നെ സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിട്ട് ഞങ്ങളുടെ ഈ പുഴ. ശരിക്കും പറഞ്ഞാൽ എത്ര നേരം നോക്കി നിന്നാലും നമുക്ക് ഈ ഒരു കാഴ്ച മടുക്കൂലട്ടാ. അതുപോലെ രസമാണ് കണ്ടു നിൽക്കാനായിട്ട്. അപ്പം ഞാനും അതുപോലെ തന്നെ കുറച്ച് നേരം മഴ കൊണ്ടിട്ടാണെങ്കിലും ഞാനത് ആസ്വദിച്ച് നിന്നിട്ടാ. ദേവന്നൊരു വമ്പൻ തിരമാല എങ്ങനെയുണ്ട്, കൊള്ളാലേ? സത്യം പറഞ്ഞാൽ ഇന്ന് വല വീശാൻ നിന്നിരുന്ന ഞാനാണ്. ഈ തിരമാല കാരണം വല വീശൽ മുടങ്ങിയിട്ടാ. മണിക്കുട്ടി ജനിച്ചിട്ട് 12 വർഷമായി. പക്ഷെ മണിക്കുട്ടി ഇതുവരെ ഇങ്ങനത്തെ ഒരു കാഴ്ച കൂടെ കണ്ടിട്ടില്ലട്ടാ. പണ്ടൊക്കെ ഭയങ്കര കാറ്റും മഴയൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകൾ ഞങ്ങൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനത്തെ ഒരു കാറ്റും ഇങ്ങനത്തെ ഒരു ഓളവും ഇവിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതുപോലൊരു കാറ്റും മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് നമ്മുടെ പുഴപ്പണിക്കാരാണ് കേട്ടോ. എനിക്കും പണ്ടൊരു ചീനവലയൊക്കെ ഉണ്ടായിരുന്നു. എത്രയോ പ്രാവശ്യം ഇതുപോലൊരു കാറ്റത്ത് ഒടിഞ്ഞു വീണിട്ടുണ്ട്. ഈ ചീനവലയൊക്കെ ഒടിഞ്ഞു വീഴാന്ന് പറഞ്ഞാൽ നല്ലൊരു ചിലവാണ് കേട്ടോ. പിന്നെ രണ്ടാമത് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പോൾ പുഴപ്പണിക്കാർക്കൊരു ദോഷം തന്നെയാണ് ഇത്രയും വലിയ കാറ്റും കാര്യങ്ങളും അടിക്കണതേ. അതുപോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ ഡ്രസ് വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഇത് കണ്ട കിഴക്കുന്ന് കാറ്റടിച്ചിട്ട് നല്ല മഴയും പെയ്ത് തുടങ്ങി. കിഴക്കുന്ന് കാറ്റടിച്ചിട്ട് സിറ്റ് ഔട്ടിലോട്ട് തന്നെ അടിച്ച് കയറണമെന്ന് കണ്ട. ഇപ്പോൾ ബീച്ചിൽ പോയി കളിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ വീട്ടിൽ തന്നെ ഇന്ന് കളിക്കേണ്ട അവസ്ഥയുണ്ട്.